അതുപോലെ തന്നെ ലേഖ ഭിന്നശേഷിയുള്ള കുട്ടികളെ കുറിച്ച് ലേഖ ഞാൻ എന്തിനധികം പറയുന്നത്, ലേഖയുടെ പുസ്തക പ്രകാശനത്തിന് തന്നെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും ഭിന്നശേഷിയുള്ള കുട്ടികളാണ്. അത് ലേഖയുടെ വലിയൊരു മനസ്സാണ് കാണിക്കുന്നത്. ആൾക്കാർ പലരും ചോദിക്കും ഇന്നത്തെ ഡേറ്റിന് ആരാണ് ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും സിനിമാ നടൻ വരുന്നുണ്ടോ, നടി വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നവർ എല്ലാവരും എന്താ പറയുക അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് പ്രകാശനം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടേത് ഒരു നാട്ടിൽ നിന്ന് വരുന്നൊരു സിനിമാ നടനോ ആരോ ആയിരിക്കണം ചെയ്ത് ഇരിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ വളരെ ആ കുട്ടികൾ പോലും അറിയുന്നില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ആ പ്രകാശനം ചെയ്യുന്ന കുട്ടി അറിയുന്നില്ല, സ്വീകരിക്കുന്ന കുട്ടി അറിയുന്നില്ല. അങ്ങനെ രണ്ട് കുട്ടികളെ കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു സദസ്സിൻ്റെ മുന്നിൽ വെച്ച് ഈ ഒരു പുസ്തകം പ്രകാശനം, അത് വളരെ നല്ല എന്താ പറയുക ലേഖയുടെ ആ മനസ്സിൻ്റെ ആ ഗുണം അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ മുൻപേ ഗിരീച്ചി എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കണം എന്നാണ് ഈ പുസ്തകത്തിൽ ഉടനീളം പറയുന്നത്. അപ്പം നമ്മുടെ ഒരു നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് അവരെ എന്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അവരാണത് ചെയ്യേണ്ടത്. സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഞാൻ ഈ പുസ്തകം മുന്നോട്ട് വെക്കുമ്പം അത് അവരിലൂടെ മുന്നോട്ട് വരട്ടെ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആ മനുഷ്യരിലൂടെ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത്. അതെ അതെ അതെ. ആ ലേഖ പിന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് പരിഗണന വേണമെന്ന് പറഞ്ഞിട്ട് ഇല്ലേ ഞാൻ വായിച്ചു. അവരെ പേരൻസ് അനുഭവിക്കുന്നത് അത് പലപ്പോഴും ഇവിടെയുള്ള നമുക്കറിയുന്ന ചില പേരൻസ് ഉണ്ട്. അവർ എന്ത് സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാലും എല്ലാം പിടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സുഖമില്ലാത്ത കുട്ടികളെ വെച്ചിട്ട് എന്തോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവഗണിക്കപ്പെടുന്നു. അത് മാത്രമല്ല ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് പലതും പറയും, അയ്യോ സഹതാപം പറയലേ എന്താ വെച്ചാൽ അത് അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മ ദൈവം ആയിട്ട് അവർക്കൊരു ശക്തി കൊടുക്കുന്നുണ്ട്. വളരെ ബോൾഡാണ് ഞാൻ കണ്ട. തീർച്ചയായും കുറച്ച് പ്രശ്നങ്ങളുടെ കുട്ടികളുടെ അതായത് ഈ സമൂഹത്തിൻ്റെ പല ഇതും അവർ എന്താ പറയുക അവഗണന കേട്ടിട്ടും അവർ ദൈവമായിട്ട് അവർക്ക് അങ്ങനെ ഒരു മനഃശക്തി വരുത്തുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ഗർഭവതി ആയിരിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും ചിന്തിക്കുന്നില്ല എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് ചിന്തിക്കുന്നില്ല. അതിനുശേഷം കുഞ്ഞ് ജനിച്ചതിന് ശേഷവും ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചില കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ ചില അമ്മമാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുവരെ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് അറിയുന്നത്. ചിലപ്പം പ്രസവിക്കുമ്പോഴേ അറിയാം കുട്ടിയുടെ ഒരു അവസ്ഥ അറിയുന്ന അങ്ങനെയുള്ള അമ്മമാരുമുണ്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ അത് ഏതൊരാൾക്കും ഒരു ഷോക്ക് തന്നെ ആയിരിക്കും. ആരും അവരെ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരവസ്ഥയല്ല. പതുക്കെയാണ് അവരതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ടവരിൽ വരുന്നത്. അവരെ അപ്പോഴും തകർക്കാൻ നമുക്ക് ചുറ്റുമുള്ള ഒരു സമൂഹം തീർച്ചയായിട്ടുമുണ്ട്. സമൂഹം എന്ന് പറയുമ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാരല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മനുഷ്യരാണ്. അവരെ അകറ്റി നിർത്താനും അവരെ മോശം വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കാനും അവരെ വല്ലാതെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ അത്തരത്തിൽ ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും വരുന്ന വാക്കുകൾ ശാപം കിട്ടിയ ജന്മങ്ങളെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികളെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന ഒരു വിഷമം, ഏതൊരു അമ്മയ്ക്കും തൻ്റെ കുഞ്ഞ് പൊൻകുഞ്ഞാണെന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞ് ശാപം കിട്ടിയതാണ്, ദോഷമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വലിയ വിഷമങ്ങളുണ്ട്. അതുപോലെ കുടുംബത്തിൽ വിശേഷ അവസരങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുക, അതുപോലെ അതിഥികളായിട്ട് ഇവർ വരുന്നതിനോട് വൈമുഖ്യം കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല പ്രവൃത്തികളുമുണ്ട്. അപ്പോൾ ഈ അമ്മമാരിവിടെ എല്ലാം അനുഭവിക്കുന്ന ഒരുപാട് സങ്കടങ്ങൾ, അത് പ്രധാനമായിട്ട് നമ്മുടെ ബന്ധുക്കളെ കൊണ്ടുള്ളത്. അല്ലാതെ ഈ കുട്ടികളെ വളർത്തിയെടുക്കാൻ പാടുപെടുന്ന ഒരവസ്ഥ വേറൊന്നുണ്ട്. ഇതിനെല്ലാം കൂടി കടന്നു പോകുമ്പോൾ അമ്മമാരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ നോർമൽ ഒരു കുട്ടി വരുമ്പോൾ നമുക്കതിനെ പഠിപ്പിക്കണം, അതിനെ വളർത്തി കൊണ്ടുവന്ന് അതിനൊരു നല്ല ജോലി, കല്യാണം, ഇങ്ങനെ പല സ്വപ്നങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഈ അമ്മമാർക്ക് അവരുടെ കാര്യങ്ങൾ സ്വയം ആരോടെങ്കിലും എനിക്ക് ഇത്തിരി വെള്ളം വേണം എന്ന്, അല്ലെങ്കിൽ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു ആവശ്യം ആരോടെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം, അല്ലെങ്കിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ എന്നെ അമ്മയെന്നൊന്ന് വിളിക്കണം എന്ന് പറയുന്ന കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാനാണ് ഈ ചുറ്റുമുള്ള മനുഷ്യർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ മനുഷ്യൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ലാതെ വരുന്ന പ്രവൃത്തികളാണ് ഉണ്ടാവുന്നത്. അതൊരു വലിയ വേദന തന്നെയാണ്. അങ്ങനെ
നന്ദി.